ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് ഗൈസ്. യെസ്, അപ്പോൾ ഏത് ട്രെയിലറാണെന്ന് ചോദിച്ചാൽ ബാഡ് ബോയ്സ്, നമ്മുടെ ഒമർ ചേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ബാഡ് ബോയ്സിൻ്റെ എന്താ പറയുക ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഇതിൻ്റെ ആക്ടിങ് വൈസ് ആണെങ്കിൽ ബെസ്റ്റാണ്. റോമാനാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ബാബു ആൻ്റണി ഉണ്ട്, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, ബിപിൻ ജോർജ്, അങ്ങനെ കിഡിലെ ഒരു കാസ്റ്റിംഗ് ആണ് ഇതിലുള്ളത്. സോ നമുക്ക് എന്തായാലും ട്രെയിലർ നമുക്ക് എന്തായാലും കാണാം അല്ലേ. ഓ, റോമാൻ്റെ ലുക്ക് ഓക്കെ. മുട്ടോളം ചോരയിലും മുങ്ങി നിന്ന് അടിക്കുന്ന ടീമാണ് ടീം. ബാക്കി നാട്ടിലുള്ളവന്മാരെല്ലാം ഉടായ്പകളാ. ഞാൻ പ്രേം മാൻ, ഞാൻ കാളി, ഞാൻ തറ, ഞാൻ ബാറ്റ്സ്മാൻ. എല്ലാരും ഉണ്ട്. ആന്റപ്പൻ എന്ന കൊടും ഭീകരന്റെ ഗുണ്ടാ വിളയാട്ടം കാരണം സ്ത്രീകൾക്ക് പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ ലുക്കല്ലേ റൂമ? ഫ്രണ്ട് പൊക്കാനറിയോ? ഈ ക്യാമ്പസിൽ ഞങ്ങൾ ലഹരി ഒഴിക്കും. വെട്ടാനും ചാവാനും തയ്യാറായ 500-ലധികം പോരാളികളുടെ തയ്യാറി. ഓ, താടി വെച്ച പോലീസോ? നമുക്കൊരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി ഉണ്ടാക്കണം. ഞാനും ഡ്രഗ് ഫ്രീ സൊസൈറ്റി, ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഊക്കലാണല്ലോ വിക്രം സിനിമയുടെ. അതാണ് ബാബു ആന്റണി. ഈ വെട്ടുകാട് മത്സരം വെട്ടില്ലെങ്കിൽ ഈ ആന്റപ്പൻ വെട്ടിയിരിക്കും. ഗെയിം ഓവർ. ഓ, കൊള്ളാം. വില്യം ഫ്രാൻസിസ്, ആൽബി. നിങ്ങൾ ഹീറോ കളി കളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പൊളിച്ചെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട്. പുള്ളി സോംബി. ഞാൻ ഒമർ ഫ്രൺ. നിന്നെക്കാളും വലിയ ബാഡ് ബോയ് ആണ് ഞാൻ. ബോയ്സ്, യെസ്. അപ്പോൾ ഇതാണ് ദ ബാഡ് ബോയ്സിൻ്റെ ട്രെയിലർ. ഓക്കെ, സോ ഇത് ഞാൻ പറഞ്ഞ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒമർ ലുലു ആണ്. ആൻഡ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ആൽബി. ഓക്കെ, ആൽബിയാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ചങ്സിൻ്റെ ഒക്കെ ഇത് തന്നെയാണ്. നമ്മൾ ഒമറിക്കയുടെ ചങ്സിൻ്റെ ഒക്കെ ക്യാമറ ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. പിന്നെ എനിക്ക് എന്താ പറയുക, ഈ ലൈക്ക് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ടു. വില്യം ഫ്രാൻസിസിൻ്റെ ഒരു ലൈക്ക് ഒരു പ്രത്യേക രീതിക്കുള്ളൊരു ആ ഒരു മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു റോമാൻ്റെ ലാസ്റ്റ് ഫൈറ്റ് സീനിലൊക്കെ ഒരു കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഓവറോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, ഒരു ഓക്കെയാണ്. ലൈക്ക് സ്ഥിരം നമ്മളെ ഒമറിക്ക ഒരു സ്റ്റൈലുണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. പിന്നെ ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്ന സാരംഗ് ജയപ്രകാശാണ്. ഓഫ് കോഴ്സ് നമ്മളെ ഇതിൻ്റെ മുന്നത്തെ പടമായ ഒരടാറ് ലവും ധമാക്കയുടെ ഒക്കെ അതേ ഇത് തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ദിലീപ് ഡെന്നീസാണ്. ഗപ്പിയുടെയൊക്കെ ഒരു എഡിറ്ററാണ് ഇത് ചെയ്തിരിക്കുന്നത്, എഡിറ്റിംഗ്. സോ ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം ഗുഡാണ്. ഇനി സ്റ്റോറി മാത്രം നോക്കിയാൽ മതി. ഒരു അടാറ് ലവും ധമാക്കയും പോലെയൊക്കെ ആവുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും hope for the best and thank you so much for watching. Okay, bye.